ആരാണ് തലസ്ഥാനത്തെ ഞെട്ടിച്ച ലേഡി ഡോൺ? രാജ്യതലസ്ഥാനമായ സിലാംപൂരിൽ 17 വയസ്സുകാരന്റെ കൊലപാതകം വളരെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കുനാൽ എന്ന ആൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 17 വൈകുന്നേരം ന്യൂ സിലാംപൂരിൽ ജെ ബ്ലോക്കിൽ വെച്ച് കുത്തേറ്റ് പരിക്കേറ്റ കുനാലിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലേഡി ഡോൺ എന്നറിയപ്പെടുന്ന സിക്ര എന്ന വനിതയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് ആരോപണം വിധേയായിരിക്കുന്നത്. സിക്രയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് കുനാലിന്റെ കുടുംബവും പ്രദേശവാസികളും സിക്രയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സിക്രയെ കസ്റ്റഡിയിലെടുത്തു. കുനാലിനെ ക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണത്തിലേക്കും സംഭവത്തിലേക്കും സിക്രയ്ക്കുള്ള പങ്കിനെക്കുറിച്ചും വ്യക്തമാക്കാൻ അന്വേഷണം തുടരുകയാണ്. ന്യൂ സിലാംപൂരിലെ ജെ ബ്ലോക്കിൽ വൈകിട്ട് 7:30 പാല് വാങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു കുനാൽ. പാല് വാങ്ങി കടയിൽ നിന്ന് മടങ്ങവേ 5 അംഗ സംഘം കുനാലിനെ ആക്രമിച്ച് ശരീരത്തിൽ 1ലധികം തവണ കുത്തുകയായിരുന്നെന്ന് മാതാവ് ദേശീയ മാധ്യമത്തിനോട് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സാഹിൽ, റഹാൻ എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വഴക്കിനെ തുടർന്നുണ്ടായ പ്രതികാരമാണ് കുനാലിനെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കരുതപ്പെടുന്നു. കുനാലിന്റെ സമുദായത്തിൽപ്പെട്ട ചിലർ സാഹിലിനെ ആക്രമിച്ചിരുന്നു. ആക്രമണത്തിൽ കുനാലും പങ്കാളിയാണെന്ന് ധരിച്ചതിനാൽ കൊലപാതകം നടന്നത് കുടുംബം വിശ്വസിക്കുന്നു. സാഹിലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ലാല എന്ന വ്യക്തിക്ക് പങ്കുണ്ടെന്ന് സിക്ര വിശ്വസിക്കുന്നു. ലാലയെ കണ്ടെത്താൻ കുനാലിനോട് സഹായം ചോദിച്ചുവെങ്കിലും കുനാൽ വിസമ്മതിച്ചു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഇനി ആരാണ് ലേഡി ഡോൺ എന്ന് പറയാം. സിലാംപൂർ പ്രദേശത്ത് ലേഡി ഡോൺ എന്നറിയപ്പെടുന്ന സിക്ര ഒരു കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ്. സിക്രയുടെ കീഴിൽ 12 അംഗ സംഘം പ്രവർത്തിക്കുന്നുവെന്ന് പോലീസ് പറയുന്നു. ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് ഹാഷിംബായുടെ ഭാര്യ സോയാഖാന്റെ ബൗൺസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ 1 കോടിയിലേറെ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി സോയയെ ഫെബ്രുവരിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സോയ എന്നറിയുന്ന സിക്ര. തോക്ക് ഉപയോഗിക്കുന്ന റീലുകൾ പോസ്റ്റ് ചെയ്തതിനു മുമ്പ് ആയുധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. കൊലപാതകത്തിന് 15 ദിവസം മുമ്പാണ് സിക്ര ജയിൽ മോചിതയായത്. കുനാലിന്റെ കൊലപാതകത്തെ തുടർന്ന് സിലാംപൂരിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. നാട്ടുകാർ GD റോഡ് ഉപരോധിച്ച് മുദ്രാവാക്യവുമായി തെരുവിലേക്ക് ഇറങ്ങി. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രതിഷേധം പരിധി കടക്കാതിരിക്കാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അടക്കം പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ക്രമസമാധാനം താറുമാറാകാതിരിക്കാൻ എന്ന ആരോപണം സംഭവത്തിൽ BJPയും ആം ആദ്മി പാർട്ടിയും പരസ്പരം പഴിചാരുകയാണിപ്പോൾ.